ഇസ്ലാമിനെ മുസ്ലിം പുരോഹിതന്മാര് വിചാരിക്കുന്നത് അവരുടെ കയ്യിൽ ഇസ്ലാം ഭദ്രമാണെന്ന്. അവര് പഠിപ്പിക്കുന്ന ഇസ്ലാം, അവര് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം യഥാർത്ഥ മനുഷ്യത്വത്തിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടോ? അവരൊക്കെ യുക്തിവാദികളാണ് എന്ന് പരസ്യപ്പെടുത്തിയിട്ടില്ല, മതം വിട്ടു എന്നവർ പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മതത്തിനകത്ത് നിന്നിട്ട് മതത്തെ സമർത്ഥമായി വ്യഭിചരിക്കുകയും മതത്തെ ട്രോളുകയും മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ ഇസ്ലാം എന്ന മതത്തെ ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവരെ മഹല്ലുകാര് പള്ളി വിലക്കുവോ? ഇന്ന് ആ പള്ളി വിലക്കുകൾ കൊണ്ട് മുസ്ലിം സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ പേറിയന്ത്രങ്ങളായി ജീവിക്കുമെന്ന് മുസ്ലിം പുരോഹിതന്മാര് ധരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് 60, 70, 85 വയസ്സുള്ള മുസ്ലിം സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്ന് കാണിക്കുന്ന ഡാൻസും കൂത്താട്ടങ്ങളുമൊക്കെ മുസ്ലിം പുരോഹിതന്മാര് കാണുന്നുണ്ടോ? ഞാൻ ആടുന്നില്ല, പാടുന്നില്ല. ഒരു പക്ഷേ നാളെ എനിക്ക് അങ്ങനെ തോന്നിയാൽ ഞാനത് ചെയ്തെന്നിരിക്കും. വേറെ വ്യക്തമായി ഇസ്ലാമിക വിഷയങ്ങൾ പ്രമാണങ്ങളിൽ നിന്നും പഠിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരണം നടത്തിയിട്ട് ഇവരേതെല്ലാം രൂപത്തിലാണ് എന്നെ ഉപദ്രവിക്കുന്നതെന്ന് അറിയാം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കള് പഠിക്കുന്ന സ്ഥാപനങ്ങൾ വരെ തെരഞ്ഞു പിടിച്ച് ഇവർ ശക്തമായ ഉപദ്രവങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക. മതത്തിനകത്ത് ഇന്ന് മുസ്ലിം പുരോഹിതന്മാർക്ക് വൃദ്ധരായ ആളുകളെ പോലും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? അല്ല, ഇവരൊക്കെ മുസ്ലിം ഐഡന്റിറ്റിയിൽ ഉള്ളവരാണോ എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എത്ര പേരെ ഇവര് മതം വിലക്കുമെന്നറിയണമല്ലോ. പള്ളി വിലക്കുകളും ഭ്രഷ്ടുമൊക്കെ എത്ര പേർക്ക് ഇവര് കൽപ്പിക്കും എന്നറിയണമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ചില ആളുകളുടെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കി നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ. ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രായം ചെന്നവരാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന. കാരണം അവർക്ക് എന്തൊക്കെയോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് അവരുടെ പ്രവർത്തന രീതികൾ. ഇതുവരെ കെട്ടിയിട്ടിരുന്ന ഇസ്ലാം എന്ന മതത്തിൽ നിന്നും ആ ചട്ടക്കൂടുകൾ പൊട്ടിച്ച് പുറത്തിറങ്ങിയതിൻ്റെ എല്ലാ സന്തോഷങ്ങളും അവരിൽ കാണുന്നുണ്ട്. നിങ്ങൾ എത്ര കണ്ട് മതത്തിനകത്ത് ഇവരെ കെട്ടിപ്പൂട്ടി വെക്കാൻ ശ്രമിക്കുന്നു, അത്ര കണ്ട് അപകടകരമാണ് എന്ന് മനസ്സിലാക്കി അവർ ആ അതിർവരമ്പുകൾ പൊട്ടിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ സ്ത്രീയെ ഒന്ന് നോക്കുക. ബ്ലൂടൂത്തിലൊന്ന് കണക്ട് ആക്കിക്കോട്ടെ. കാരണം ഇവരൊക്കെ ഇസ്ലാം വിട്ടു എന്ന് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എന്തുമാകാം. മതമില്ലാതെ ജീവിച്ചൂടെ എന്ന് മിനി. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് മിനിയാണോ തീരുമാനിക്കുന്നത്? മതവിശ്വാസികളെ എല്ലാം മിനി അങ്ങ് കൊന്നുകളയുവോ? മിനിക്ക് മിനിയുടെ മതവിശ്വാസമോ നിരാസമോ അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മതം അനുസരിച്ചും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരല്പമെങ്കിലും തലയ്ക്കകത്ത് വെളിവുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് കേട്ടോ. തീരെ വെളിച്ചമില്ലാതെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ആളുകൾ ദയവായിട്ട് ഈ ലൈവിലേക്ക് കയറി വരരുത്. 10 പേരാണെങ്കിൽ 10 പേര് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്കുള്ള ലൈവാണിത്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? എൻ്റെ സ്വാതന്ത്ര്യമല്ലേ. അപ്പൊ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് വിമർശിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇവരൊക്കെ മതത്തിനകത്താ. മനസ്സിലായോ? നോക്കിക്കോ, ഈ സ്ത്രീക്ക് എത്ര വയസ്സ് പ്രായമുണ്ടാകും?
ഒരു 75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകണം അല്ലേ? ശരി, വയസ്സ് കഴിഞ്ഞ വല്യമ്മമാര് സിക്കറും സലാത്തും നോമ്പും നല്ല നല്ല ഉപദേശങ്ങളൊക്കെ ആയിരിക്കും. ഈ വല്യമാന്റെ അവസ്ഥ നോക്കാം, ഫുള്ള് പാട്ടും തുള്ളലും. അപ്പൊ 70-75 വയസ്സ് കഴിഞ്ഞ വല്ലുമ്മമാര് അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് ദിക്റും സ്വലാത്തും ഒക്കെയായിട്ട് കഴിഞ്ഞുകൂടേണ്ടതിന് പകരം ഈ വല്ലുമ്മയെ കണ്ടോ എന്ന് ചോദിച്ച് മുസ്ലിം യുവാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തേ മുസ്ലിം പുരോഹിതന്മാർ ഒരു കണ്ണന്റെ ചിത്രം വരച്ച പെണ്ണിന്റെ പിന്നാലെ, കാലിൽ ചിലങ്ക കെട്ടി ഡാൻസ് കളിച്ച പെണ്ണിന്റെ പിന്നാലെയൊക്കെ ഇറങ്ങി തിരിച്ച മുസ്ലിം പുരോഹിതന്മാരെവിടെ? നിങ്ങൾക്ക് ഇവരെ ഒന്നും പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ലേ? എന്തേ പറ്റാത്തത്? എത്ര വയസ്സുണ്ടാകും അവർക്ക്? 75 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്ക് ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഇങ്ങനെ ചാടാം, പാടാം, തുള്ളാം, മറിയാം, ഡാൻസ് കളിക്കാം, എല്ലാം ഇട്ട് കുലുക്കാം, ഒരു കുഴപ്പവുമില്ല അല്ലേ? അന്യഗ്രഹ ജീവൻ എന്ന ഒരു ഐഡിയിൽ വന്ന ആള് ഇതെന്തിനാ ഈ വേശ്യ തലയിൽ ഷാൾ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇവന്റെ ഉമ്മയല്ലേ ഇവൻ ഉദ്ദേശിച്ചത്, ഇവന്റെ അമ്മയല്ലേ ഇവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ, നിന്റെ മാതാവ് നാട്ടിലറിയപ്പെടുന്ന പഞ്ചായത്ത് വെടിയായതുകൊണ്ടാണ് നിനക്ക് മറ്റുള്ളവരെ വെടിയാണ് എന്ന് തോന്നുന്നത്. നിന്റെ ഉമ്മ നാട്ടിലെ പേരുകേട്ട ജില്ലാ വേശ്യയായതുകൊണ്ടാണ് നിനക്ക് മറ്റുള്ളവരെ അങ്ങനെ പറയാൻ തോന്നുന്നത്. അതുകൊണ്ട് മോൻ തുണി ഉരിയുന്ന ചാനലുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ ചാനലിൽ പോയിരിക്കുക കേട്ടോ. മിനി, മനുഷ്യർ മതത്തിന്റെ പിന്നാലെ പോകുന്നത് അത്യാവശ്യമല്ല എന്ന് പറയാൻ വേണ്ടി എന്ന് കരുതി അത് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? മനുഷ്യൻ മതത്തിന്റെ പിന്നാലെ പോകാൻ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ മിനി. ഇത് ഇന്ത്യയാണ്. മതമുള്ളവർക്ക് മതമനുസരിച്ചും മതമില്ലാത്തവർക്ക് അതിനനുസരിച്ചും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. അത് പറയാൻ മിനി ആരാ? മതത്തിന്റെ പിന്നാലെ ആരും പോകരുത് എന്ന് പറയാൻ. പോകാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അവർ പോകും. ഞാൻ അതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. മിനി എന്തുദ്ദേശിച്ചിട്ടാ എന്റെ മതവും ചോദിച്ച് എന്റെ തട്ടവും ചോദിച്ചൊക്കെ വന്നിരിക്കുന്നത്? എന്തുദ്ദേശിച്ചിട്ടാ? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ വെച്ചേ. നിന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കഷ്ടപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പോ ഇവർക്ക് ഇതുവരെ ലഭിക്കാത്ത സ്വാതന്ത്ര്യം ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെ? മതത്തിനകത്ത് നിന്നപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിയോ? ശരി, അവരിത് ചെയ്യാൻ മതത്തിൽ നിന്നും പുറത്തു വന്നോ? ഇല്ലല്ലോ. അപ്പോ തോന്നിയതുപോലെ ജീവിക്കാൻ മതത്തിന്റെ അകത്താണോ എളുപ്പം അതോ മതത്തിന്റെ പുറത്താണോ എളുപ്പം? ഞാൻ പറയുന്നു മതത്തിന്റെ അകത്താണ് തോന്നിയതുപോലെ ജീവിക്കാൻ എളുപ്പം. നോക്കിക്കോ ആ സ്ത്രീയുടെ വേറെ ഒരു വീഡിയോ. ഇനിയൊന്ന് അടങ്ങ്, അള്ളാഹുവിടുന്ന് തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ. അസ്സലാമു അലൈക്കും. ചില കമന്റുകൾ കാണാം, റംസാൻ മാസാ വരുന്നേ, നിങ്ങള് ഇനിയൊന്ന് അടങ്ങ്, അള്ളാഹുവിടുന്ന് തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ. റംസാൻ മാസാ വരുന്നേ, നിങ്ങൾക്ക് സ്വർഗം കിട്ടണ്ടേ, നിങ്ങളൊന്ന് ദുആ ചെയ്തോ, തൗബ ചെയ്തോ. റംസാൻ മാസാ വരുന്നതല്ല. വിവരം കെട്ടോലെ ഞാൻ പറയട്ടെ, ഞാനിപ്പോ റംസാൻ മാസം തുള്ളിക്കളിക്കുന്ന വീഡിയോസ് ഇട്ടൊന്ന് കൂട്ടിക്കാം. അതും നിങ്ങൾ കുത്തിഞ്ഞ് കാണൂല. അപ്പൊ റമദാൻ മാസം നിങ്ങളെ കയ്യില് മുസാഫാണോ അല്ലെങ്കിൽ ടച്ച് ഫോണാണോ? വിവരം കെട്ടോലെ. റമദാൻ മാസം ഞാനിപ്പോ ഉടുതുണി കഴിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കൂട്ടിക്കോ. അത് നിങ്ങളെല്ലാവരും കാണൂല. അപ്പൊ നിങ്ങളെ കയ്യിൽ റമദാൻ മാസം മുസാഫാണോ ടച്ച് ഫോണാണോ? നിങ്ങളെ കണ്ണു നടക്കത്തില്ലല്ല. നല്ലൊരു റമദാൻ മാസം ആയിട്ടും വിവരം കെട്ടോലെ. ഞാൻ ഇടട്ടെ, റമദാൻ മാസം ഞാൻ വീഡിയോസ് ഇടട്ടെ, നിങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ. വിവരം കെട്ടോലെ. എടോ ആദ്യം സ്വയം നന്നാണ്. വിവരം കേട്ടോ. മുസ്ലിങ്ങൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കും മക്കളെ. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തിരിയട്ടെ.
24 മണിക്കൂറും ടച്ച് ഫോൺ കയ്യിൽ പലതും കുത്തഞ്ഞ് കാണാം ആണും പെണ്ണും. എന്നിട്ട് എന്നോട് പറയാ നന്നാവ് അടങ്ങ് തൗബ ചെയ്യും. നിങ്ങളെ വിവരം കേട്ടോലെ നിങ്ങൾക്ക് നന്നാവണ്ട. നിങ്ങളെ കയ്യിൽ മുസാഫല്ല. എനിക്ക് കണ്ണിൽ ഇടുന്ന നേരം കൊണ്ട് എന്റെ വീഡിയോസ് കാണുന്ന നിങ്ങളെ കയ്യിൽ മുസാഫല്ല. വിവരം കേട്ടോലെ. നല്ല ഒരു ഒന്നൊന്നാം തരം ആട്ട് അല്ലേ? ആദ്യം നീയൊക്കെ നന്നാകണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാൻ. അപ്പൊ റമലാ മാസം അല്ലേ, ഒന്ന് അടങ്ങിക്കൂടെ, ഒതുങ്ങിക്കൂടെ? റമലാ മാസത്തിൽ അവര് ചോദിക്കുന്നത് ശരിയല്ലേ? അവര് ചിലപ്പോൾ ഉടുതുണി അഴിച്ചിട്ടിട്ട് ആടി എന്നിരിക്കും. നീയൊക്കെ റമലാ മാസമായിട്ട് എന്തിനാടാ ഫോണും കൊണ്ട് നടക്കുന്നത്? ഉം? നീയൊക്കെ ഈ സ്മാർട്ട് ഫോണും കൊണ്ട് നടന്നിട്ട് ഖുർആൻ ഓതി സക്കാത്തും ദാനധർമ്മങ്ങളും ദിക്റും ഒക്കെയായിട്ട് നടക്കേണ്ടതിന് പകരം നീയൊക്കെ ഇത് എടുക്കുന്നത് കൊണ്ടല്ലേ ഇത് കാണുന്നത് എന്നതാണ് ചോദ്യം. അതിനാണ് ആട്ടി വിട്ടത് അവര്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതം മതത്തിനകത്ത് നിന്നിട്ട് ഒന്ന് ചിട്ടപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ മതത്തെ കൊണ്ടുവന്ന് മതപരമായി നിങ്ങളുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും നന്നാക്കാനും പോകേണ്ടത്. അവർക്ക് ആടാനും പാടാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് അവർ ജീവിക്കുന്നത്. അവർക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ, കേട്ടോ. ഒന്നും വിചാരിക്കണ്ടട്ടാ, ഇത് സാബീത്ത തുള്ളി. ഒത്തുപണികളെ, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ടട്ടാ. സാബീത്ത തുള്ളിയിട്ടാണ്, സാബീത്ത തള്ളച്ചി തുള്ളിയിട്ടാണ് എല്ലാവർക്കും വിഷമം. ബാല്യക്കാറ്റ് തുള്ളിയ സൂപ്പർ 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 എന്നും പറഞ്ഞ് കമന്റ് ഇട്ട് കൊടുക്കും. അത് കണ്ടിട്ടില്ല? നിങ്ങൾ ആരൊന്നും വിചാരിക്കണ്ടട്ടാ, ഇത് സാബീത്ത തുള്ളിയിട്ടുള്ള ബട്ടാണ്. നമ്മളെ പ്രായമുള്ളോട് തുള്ളിയിട്ടുള്ള ബട്ടാണ്. എന്റെ കമന്റിൽ നിങ്ങൾ കാണില്ലേ? പ്രായമുള്ള നല്ല അടങ്ങിക്കൂടെ, പ്രായമുള്ള നല്ല അങ്ങനെ അടയിക്കൂടെ എന്ന് പറയാൻ നിങ്ങൾ കേൾക്കുന്നില്ല. ഇത് പ്രായമുള്ളോട് തുള്ളിയിട്ടാ പ്രശ്നം. അല്ലാണ്ട് ദീനും ദുനിയാവും സ്വർഗവും കിട്ടണ്ടിട്ടല്ല, കിട്ടാണ്ട് നിൽക്കുന്നതിനല്ല. മനസ്സിലായി? തള്ളച്ചി തുള്ളുന്ന പ്രശ്നാവലിക്ക്. പിന്നെ യൂട്യൂബർക്ക് പിന്നെ ഇത് ബിസിനസ് ആണല്ലോ. ഞങ്ങൾക്ക് ഇതൊരു ബിസിനസ് തന്നെയാണ്. യൂട്യൂബിലെ ബിസിനസ് ആണിത്. അപ്പുറം ഇപ്പുറം കുറ്റം പറയാ, കുറവ് പറയാ. കുറ്റം പറയാണ്ട് നിങ്ങൾ കാണുക. ഉസ്താദിന്റെ വീഡിയോസും നല്ല വ്യൂസ് ഇല്ല കുറ്റം പറയാത്തത് കൊണ്ട്. മറ്റുള്ള യൂട്യൂബർക്കും കുറ്റം പറയാത്ത വീഡിയോസിന് വ്യൂസ് ഇല്ല. ഡോളർ കയറണമെങ്കിൽ കുറ്റം പറയണം, എന്നാലാ ജനങ്ങൾ കാണുള്ളൂ. അതുകൊണ്ടാണ് എന്നെ കൊണ്ടും എല്ലാവരും കുറ്റം പറഞ്ഞ് വീഡിയോസ് ഇടുന്നത്. മോശമായിട്ടല്ല, ഞാൻ നന്നാവാൻ വേണ്ടിയല്ല. അവർക്ക് ഡോളർ കയറേണ്ടിയിട്ടാണ്, ഡോളർ കയറേണ്ടിയിട്ടാണ്. മനസ്സിലായോ നിങ്ങള്? വരും കല്ല് മനസ്സിലായ? അതെല്ലാം പിന്നെ സർക്കസിലും നാടകത്തിലും ഉണ്ടാവല്ലോ, അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവല്ലോ. അതുകൊണ്ട് തള്ള തുള്ളിയിട്ടുള്ള പ്രശ്നമല്ലേ നിങ്ങൾക്ക്. അതുകൊണ്ട് കാണുന്ന എന്റെ നാട്ടുകാരായാലും മറ്റു നാട്ടുകാരായാലും നിങ്ങൾ മനസ്സിലാക്കണം, പ്രായമുള്ള പെണ്ണുങ്ങൾ തള്ളി തുള്ളിക്കളഞ്ഞ കുഴപ്പമാണ്. എല്ലാണ്ട് എല്ലാണ്ട് ബാല്യക്കാറ്റ് തുള്ളിക്കുണ്ടെങ്കിൽ എത്ര ആള് ബിഗ് ബോസിലുണ്ട് മുസ്ലിങ്ങള്, എത്ര സിനിമയിലുണ്ട് മുസ്ലിങ്ങള്. അതൊന്നും തള്ളച്ചിയല്ല, ബാല്യക്കറ്റാണ്. പല ഭാഗങ്ങളും കാണാ. അതുകൊണ്ടാണ് അവര് അതിന് സൂപ്പർ 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 എന്നിട്ട് കൊടുക്കുന്നേ. അല്ലാണ്ട് തള്ളച്ചി തുള്ളിയ പ്രശ്നമാണ്. നിങ്ങൾ ആരൊന്നും വിചാരിക്കണ്ട. യൂട്യൂബാറെ ബിസിനസ്സാണിത്, യൂട്യൂബാറെ ബിസിനസ്സാണ്. യൂട്യൂബാറ് കുറ്റം പറഞ്ഞാലേ നിങ്ങൾ വീഡിയോസ് കാണുള്ളൂ, വ്യൂസ് കിട്ടുള്ളൂ. അതുകൊണ്ടാ കുറ്റം പറഞ്ഞാലേ വീഡിയോസ് കാണുള്ളൂ, വ്യൂസും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നത്. ഡോളർ അടിച്ചങ്ങ് കയറും. നിങ്ങൾ കാണുമല്ലോ. ഹലാലും ഹറാമും പറയുന്ന നിങ്ങൾ കാണൂലേ? നിങ്ങൾ നരകം പറയുന്നു, സ്വർഗം പറയുന്നേ, മറ്റുള്ളവരെ വീഡിയോസ് നിങ്ങൾ കണ്ട് കുത്തിരിക്കുന്നില്ലേ? കുത്തിരിക്കുന്ന മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുന്ന കമന്റ് നിങ്ങൾ വായിക്കുന്നില്ലേ? നിങ്ങളാണോ സ്വർഗത്തില്? ഇങ്ങക്ക് ഇതന്നെയാ പണി. ഇങ്ങക്ക് ആ ടച്ച് ഫോണാടെ മാറ്റി വെച്ചിട്ട് ഇങ്ങക്കൊന്ന് സ്വർഗത്തിലേക്ക് കിട്ടുന്ന ദിക്റും സലാത്തും ചൊല്ലിക്കൂടെ? ഇങ്ങക്ക് സലാത്തും ദിക്റും ചൊല്ലിക്കൂടെ? എന്തിനാണ് മറ്റുള്ളവരെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ കുറ്റവും കുറവും എഴുതുന്ന കമന്റ് വായിക്കുന്നത്? എന്തിനു വായിക്കുന്നു? ഇത്ര വിവരം കെട്ട വർത്താനം ഞാൻ നിങ്ങളോട് പറഞ്ഞു കളഞ്ഞു. ലോകം അറിഞ്ഞു കളയുന്നില്ല. അക്കുരുവല്ല നിങ്ങൾക്ക് അക്കാച്ച് വെള്ളം മറിച്ചാളാ. നിങ്ങളടങ്ങണം. ആദിക്ക് നിങ്ങളടങ്ങ്. അപ്പോ ഉസ്താദുമാരോട് അവര് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ആദ്യം ഉസ്താദുമാരെ നിങ്ങളടങ്ങ്. അപ്പൊ മുസ്ലിം സ്ത്രീകൾ
ആടുന്നു, തുള്ളുന്നു, മറിയുന്നു, ഡാൻസ് കളിക്കുന്നു. യൂട്യൂബിൽ അവര് വീഡിയോസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ശരി, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഉസ്താദുമാര് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നില്ലേ? ഇല്ലേ? സുഹരിമാരുടെ ഒക്കെ ലക്ഷ്യം എന്താ? ഡോളർ തന്നെയാണ്. ജൂതന്റെ പണം തന്നെയാണ് ലക്ഷ്യം. അപ്പൊ ജൂതന്റെ പണം യൂട്യൂബിലൂടെ മറ്റുള്ളവരുടെ വിഴുപ്പലക്കി നിങ്ങൾക്ക് പണമുണ്ടാക്കി ഹലാലാണ് എന്ന് പറഞ്ഞ് നക്കാം, കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് വീഡിയോസ് ചെയ്യാൻ പാടില്ല. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിന്റെ ചങ്ങല പൊട്ടിച്ചു പുറത്തു വന്ന് നിങ്ങളുടെയൊക്കെ തന്നെ മുഖത്ത് കരിവാരി തേക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങള് ഹറാമാണ് എന്ന് പറഞ്ഞതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഹലാലായി. ടൈം പാസ്ഡ്. ഇത് എന്റെ ചാനലാണ്, എന്റെ അഭിപ്രായം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെലക്കാണ്ട് ഒരു മൂലക്കിരുന്ന് കേൾക്കാമെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. അതല്ലെങ്കിൽ അടിച്ച് ഞാൻ പിടിച്ച് പുറത്തിടും. സുഹിരി, നിനക്ക് നല്ലവനാണെങ്കിൽ പെങ്ങളെ കെട്ടിച്ചു കൊടുക്ക ചെല്ല. ഇങ്ങനെ കുറെ റെനി നോക്കിക്കോണേ ഇവമാരെയൊക്കെ. ഞാൻ മറുപടി പറയാൻ പോയി കഴിഞ്ഞാല് നമ്മുടെ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകും. ഇങ്ങനെ 70, 75, 80 വയസ്സായ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാം എന്ന ചങ്ങലക്കൂട് പൊട്ടിച്ചു പുറത്തു വന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ഉസ്താദേ, നിങ്ങൾ നിങ്ങളുടെ ഫോണുകളിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ വീഡിയോകൾ, ഡാൻസുകൾ, പാട്ടുകൾ, പാചകങ്ങൾ, വ്ലോഗുകൾ, ഫാമിലി സ്കിറ്റുകൾ, ചിലരുടെ കമന്റുകൾ, ഇതൊക്കെ വായിച്ച് നിങ്ങൾ സുഖിക്കുന്നില്ലേ? നിങ്ങൾ അതിൽ നിന്നും കണ്ടന്റുകൾ ഉണ്ടാക്കി നിങ്ങൾ ജീവിക്കുന്നില്ലേ? അതുകൊണ്ടാണ് അവര് നിന്നെയൊക്കെ ആട്ടിവിടുന്നത്. ആദ്യം നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, മഹിഷറയുണ്ട്, ഖബറിൽ ഒരു ജീവിതമുണ്ട് എന്നൊക്കെ മറ്റുള്ളവരെ പറഞ്ഞു 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 വിശ്വസിപ്പിച്ച് അവരെ കരയിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും ദാനധർമ്മങ്ങളും പണവും സ്വർണവും ഒക്കെയായി വാങ്ങിച്ചെടുക്കുന്ന നിങ്ങളുടെ ജീവിതം ആദ്യം ഹലാലായിട്ടൊന്ന് ചിട്ടപ്പെടുത്താൻ, എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മറ്റുള്ളവരെ പറ. ഇവര് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ത്രീകൾ, 2 സ്ത്രീകളെ ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു. നോക്കിക്കോ, ഇവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് കാര്യങ്ങൾ. നോക്കിക്കോ, പണ്ട് ഈ ഉമ്മുമ്മമാരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പം എന്തുകൊണ്ടാണ് അതുപോലെ ദിക്റും സ്വലാത്തും ഒക്കെ പറഞ്ഞ് വീട്ടിലിരിക്കാൻ മുസ്ലിം സ്ത്രീകളെ കിട്ടാത്തത്? എത്രയോ വൃദ്ധരായ സ്ത്രീകൾ ഇന്ന് യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്. എന്തേ അവരെ ഒന്നും പറഞ്ഞ് നിയന്ത്രിച്ച് നിർത്താൻ ഇവർക്ക് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാ? നോക്കിക്കോ, എന്തെങ്കിലും ഇതിലുണ്ടോ? നോക്കിക്കോ. ഇവിടുത്തെ ഒരു പാട്ട് പാടുവാണ്, കുട്ടുമ്മ കുട്ടു. ഓക്കെ, കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു, കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു, കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു, കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു, കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിലാല കുട്ടുമ്മ കുട്ടു, സുപ്പടിലാല കുട്ടുമ്മ കുട്ടു. ഇവര് തലയിൽ തട്ടമിട്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്തുമാകാം അല്ലേ? അതുകൊണ്ട് ഹസീനബി മലയാളം പഠിച്ചിട്ട് വായിച്ചേ. ഇറങ്ങിപ്പോ, അറിയില്ല, ഇറങ്ങിപ്പോ. അല്ല വല ആദ്യം ഹസീന സാബു പോയി മലയാളം പഠിച്ചിട്ട് വായിച്ചേ, ഇറങ്ങിപ്പോ വെച്ചേ, പറഞ്ഞുവിട് റെനി. അപ്പോ ഇവര് മുസ്ലിം സ്ത്രീകളാണ്, പേരു മാറ്റിയിട്ടില്ല. അവര് തലയിൽ തട്ടമിട്ടിട്ടുണ്ട്. 70, 80 വയസ്സ് കഴിഞ്ഞ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാം എന്ന ഭ്രാന്തൻ ചങ്ങല പൊട്ടിച്ച് പുറത്തു വന്നോ, അതോ ഇസ്ലാമിന്റെ അകത്താണോ നിൽക്കുന്നത്? തോന്നിയതുപോലെ ജീവിക്കാൻ, എങ്ങനെ വേണമെങ്കിലും പണമുണ്ടാക്കാൻ എന്താണ് എളുപ്പം? മതത്തിനകത്ത് നിൽക്കുന്നതാണ് എളുപ്പം എന്ന്
ഇവരൊക്കെ തന്നെ തെളിയിച്ചിരിക്കുന്നു. ഇവരൊന്നും അല്ല കേട്ടോ, ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട്. ഞാൻ അവരെ ഒന്നും കളിയാക്കുന്നതിന് വേണ്ടിയല്ല, അവരെ കളിയാക്കാനൊന്നും ഞാൻ ആരുമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇസ്ലാമിൽ ഇവരെ ഒന്നും പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്നത്? നമ്മൾ ആചാരങ്ങൾക്ക് കാണാം. അപ്പൊ അസ്സലാമലൈക്കും മുത്തുകളെ, എല്ലാവർക്കും അസ്സലാമലൈക്കും, ഹാപ്പി ന്യൂ ഇയർ മുത്തുമണികളെ. ഇന്റെ ചങ്കാക്ക് എല്ലാവർക്കും, ഇന്റെ ചങ്കാക്കും ചങ്കാളല്ലാത്തവർക്കും എല്ലാവർക്കും ഒരു വർഷത്തിന്റെ ഹാപ്പി ന്യൂ ഇയർ മുത്തുമണികളെ. അപ്പൊ പോയി നമ്മൾ ആചാരങ്ങൾക്ക് കാണാം. മുത്തുമണികളെ, നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റിലെ ന്യൂ ഇയറിയാണിത്. അപ്പൊ എനിക്ക് എന്നെ സ്നേഹിച്ചവർക്കും സ്നേഹിച്ചാത്തവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. അപ്പൊ നമ്മളെ ആചാരം 10 കൊല്ലമായിട്ട് ഫസ്റ്റില് നിങ്ങൾ കണ്ടോളി, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, ഇതിന്റെ മുന്നത്തെ ആചാരം. അപ്പൊ നമ്മളെ ആചാരം ഇതാണ് മക്കളെ, കണ്ടോ? പച്ചപ്പഴം വേണം, പോത്ത് നീന്തൽപ്പഴം വേണം, തക്കാളി പച്ചുള്ളത് കണ്ടോ, ഒരു കുമ്പളങ്ങാക്കാളി വെക്കണം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് കൊല്ലത്തിന്റെ നമ്മുടെ വരുമാനത്തിന്റെ സാധനമാണ് ഈ അരി എന്ന് പറഞ്ഞ സാധനം. അരിയില്ലാതെ നമുക്ക് ജീവിതമല്ല. പിന്നെ കണ്ടോ, 101 ഉറുപ്പ്യ വെക്കണം. ഇത് നമ്മളെ കോഴിമുട്ട. ഈ അരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും നമുക്ക് അരി വേണം. അപ്പൊ ഒരു കൊല്ലത്തിന്റെ അതാണ് മക്കളെ ഇത്. അപ്പൊ നമ്മൾക്ക് നമ്മളെ ലൈക്ക് ചെയ്യുന്നവരും ലൈക്ക് ചെയ്യാത്തവർക്കും എല്ലാവർക്കും അള്ളാഹു, ഇത് കാണുന്നവർക്കും കാണാത്തവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും ആരോഗ്യവും ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ്സും ഇവർക്ക് സാമ്പത്തികം കൊടുക്കട്ടെ, ഇറങ്ങേറെ ബുദ്ധിമുട്ടുന്ന ഒഴിവാക്കട്ടെ. പടച്ചവൻ മാരാരവും തന്ന് ഒരു മനുഷ്യനെ പരീക്ഷിക്കല റഹ്മാനെ. അപകട മരണത്തിന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാട്ടെ, ശത്രുവിനെയും മിത്രുവിനെയും അള്ളാഹു കാക്കട്ടെ. അപ്പം മക്കളെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി വീണ്ടും പറയാം മുത്തുമണികളെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മുത്തുമണികളെ. എല്ലാ മുത്തുമണിക്കും എന്റെ ഹൃദയം നിറഞ്ഞ സലാം അലൈക്കും മുത്തുമണികളെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധതയുണ്ടോ? ഉള്ള കാര്യം പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് തുള്ളലുണ്ടാകുന്നതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അങ്ങനെ അതിന്റെ ഒന്നും മരുന്ന് എൻ്റെ കയ്യിലില്ല. എന്താണ് ഇഫ്യോറോ, നിനക്ക് സ്വർഗം കിട്ടുമോ? ഞാൻ മരിച്ചു, ശരി പോട്ടെ, ഈ പറയുന്ന ആർക്കെങ്കിലും സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? നബിക്ക് കിട്ടിയിട്ടുണ്ടോ സ്വർഗം? ഉണ്ടോ? അവനെ പറഞ്ഞു വിട്ടേരെ കേട്ടോ. ആ ഇഫ്യോറോ എന്ന് പറയുന്ന ആളെ പറഞ്ഞു വിട്ടേരെ. അപ്പോ എനിക്ക് നരകമാണെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്തുമായിരിക്കും കിട്ടുന്നത്? ഇനി സ്വർഗമുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായിട്ടുള്ള സ്വർഗത്തിൽ എനിക്ക് കയറണ്ട, ആ 7 സ്റ്റാർ വേശ്യാലയത്തിലേക്ക് എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ മതം ഉപേക്ഷിച്ചാളാം. അത്തരം വേശ്യാലയങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനി ചില പൊടിക്കൈകൾ കൂടി ഒന്ന് കേൾക്കാം. പെട്ടെന്ന് നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു ഒന്ന് പുറത്തു തരണം. പെട്ടെന്ന് സ്വർഗത്തിൽ കയറിയാൽ അവിടെ പരിപാവനമായിട്ടുള്ള ചില സ്വർഗങ്ങളുണ്ട്. അപ്പോ ആ സ്വർഗത്തെ കുറിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നിയുക്തരായ ചില ആളുകളുണ്ട്. ഞാനൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇവര് പറയും, അല്ല ഇസ്ലാമിനെ കുറിച്ച് നീ പറയണ്ട. പിന്നെ ആരാ ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടത്? ഇസ്ലാമിനെ കുറിച്ച് ഉസ്താദുമാര് പറഞ്ഞോളൂ. ശരി, എന്നാ പിന്നെ നമുക്ക് ആ ഉസ്താദുമാര് വിഭാവനം ചെയ്യുന്ന ഇസ്ലാം ഒന്നെടുക്കാം. പിടിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, മലപ്പുറത്തിനടുത്ത് കൂട്ടിരങ്ങാടി എന്നൊരു സ്ഥലമുണ്ട്. ആ കൂട്ടിരങ്ങാടി പാലത്തിന്റെ ചുവടെ അതേ നിറഞ്ഞൊഴുകി വരുന്ന കലക്ക് വെള്ളത്തിന്റെ പുഴയുടെ അടുക്കൽ നിന്നുകൊണ്ട് ബീരാനൂലെ പാപ്പ മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയുമോ, വരിക വരിക, ചായ കുടിച്ചിട്ട് പോകാം, സർക്കാരിന്റെ ചായയുണ്ട്, നല്ല ചായയുണ്ട്, പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടാണ് ചായ, ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളുകളെ വിളിക്കും. എന്നിട്ട് കപ്പില പുഴയിൽ വന്നിട്ട് വെള്ളമങ്ങ് കോരോ, അതങ്ങ് ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ട് കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും. ഇന്ന് കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും. അവര് നല്ല ചൂടുള്ള ചായ കുടിച്ചു. നിരവധി ആളുകളെ പറഞ്ഞത് കേട്ട ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ബീരാനൂലെ പാപ്പാടെ കറാമത്ത് പറഞ്ഞ
പറഞ്ഞാൽ തീരൂല, നമുക്ക് അത്രയൊന്നും അങ്ങോട്ട് താങ്ങൂല. നമുക്ക് ഇത്രയൊക്കെ തന്നെ വല്ലാത്ത കൂടുതലാ, ഒരുപാട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന് കൂടുതലാ. മതം പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ബോധവൽക്കരണം നടത്താൻ നിർബന്ധിതരാക്കപ്പെട്ട മുസ്ലിം പുരോഹിതന്മാർ ജനങ്ങളെ വഴി തെറ്റിക്കുവാണോ, വഴി പിഴപ്പിക്കുവാണോ, അതോ പിഴച്ച വഴിയിൽ കൂടി നടക്കുന്നവരെ യഹ്ദീലില്ലദീഹിയ അഖ്വം, നേരായ വഴി കാണിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? കൂട്ടിലങ്ങാടി പുഴയുടെ താഴെ ഒഴുകി വരുന്ന വെള്ളം ചായയാക്കി മാറ്റുന്ന ഉപ്പാപ്പയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. ഇങ്ങനെ കല്ലുവച്ച നുണകൾ പറയുന്ന ഈ ഉസ്താദുമാരാണോ മതത്തെക്കുറിച്ച് പറയേണ്ടത്? ആണോ? എവിടെ നിന്ന് ഗ്ലാസ് കിട്ടി? വെള്ളം പച്ചവെള്ളമല്ലേ ഒഴുകുന്നത്? എവിടെ നിന്ന് ചായപ്പൊടി കിട്ടി? ഗ്ലാസുകൾ വേണമല്ലോ റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ വിളിച്ച് ചായ കൊടുക്കുവാണെന്നല്ലേ പറഞ്ഞത്. അപ്പോ ഉപ്പാപ്പ മുമ്പ് ചായക്കടക്കാരനായിരുന്നോ? അല്ല, നരേന്ദ്രമോദിയൊക്കെ ഇവർ പറഞ്ഞ് കളിയാക്കാറുണ്ട്, ചായക്കടക്കാരാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ മതം ആരാണ് പറയേണ്ടത്? ഇതുപോലെയുള്ള മതപുരോഹിതന്മാരാണ് മതത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടത്. എന്നാൽ ഇവർ പരിചയപ്പെടുത്തുന്നതിൽ തീവ്രവാദമുണ്ടോ? ഇവർ പറയുന്ന മതത്തെ നമ്മൾ വിമർശിക്കുന്നു. ലോക ജനതയ്ക്കു മുഴുവനും മാർഗദർശിയായി, മതമാതൃകയായി, മാനവരിൽ മനോഹരനായി അല്ലാഹു തെരഞ്ഞെടുത്ത കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരു ദൂതനാണ് പ്രവാചകൻ. ആ പ്രവാചകന്റെ ജീവിതത്തിലെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് തുറന്നു പറയുമ്പോൾ ഇവർക്കത് ദഹിക്കാതെ വന്നിട്ട് നമ്മളെ കൊന്നുകളയാനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. ഒരു മൈക്കിനു മുമ്പിൽ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ വന്ന് പ്രവാചകനെ കുറിച്ചു പറഞ്ഞ, എഴുതിയ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വച്ചിട്ട് പ്രവാചകനെ വിമർശിക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതരായിട്ട് ആരുമില്ലെന്നിരിക്കെ, ഒന്നുമില്ലെന്നിരിക്കെ ഈ പ്രവാചകനെ കുറിച്ച് വിമർശിക്കുമ്പോൾ ഇതിനകത്തുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും നോക്കാതെ കണ്ണടച്ച് അത്തരക്കാരെയൊക്കെ കൊന്നുകളയണം എന്നാണ് അലിയാർ കാസിമി വിമർശിക്കുന്നത്. പ്രവാചകൻ 5 വയസ്സും 10 മാസവും ഉണ്ടായിരിക്കെയാണ് ആയിഷയെ വിവാഹം കഴിക്കുന്നത്. ആയിഷയ്ക്ക് 5 വയസ്സും 10 മാസം. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാ. പ്രവാചകന്റെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാ. 6 വയസ്സുള്ള ആയിഷയെയാണ് 53 വയസ്സുണ്ടായിരിക്കെ പ്രവാചകൻ വിവാഹം കഴിച്ചത് എന്ന വാസ്തവം. പക്ഷേ മതപരമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്ന അലിയാർ കാസിമി പ്രസംഗിക്കുന്നത് ഒന്ന് കേട്ടോളൂ. 6 വയസ്സ് പറയുന്നവനൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ്. വൃത്തികേട് പറഞ്ഞു നടക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ ഉസ്താദ് വെച്ചിട്ടുണ്ട്. അതെ, എല്ലാത്തിനും വരും. എത്രമാത്രം വൃത്തികേടാണ് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച്. 6 വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാം. 6 വയസ്സിൽ പുലർത്തിയോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? 10 വയസ്സിലാണല്ലോ. 9ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ ആയിഷയുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇസ്ലാമിക പ്രമാണങ്ങളിലും എഴുതി വെച്ച വസ്തുതയാ പറയുന്നത്. പക്ഷെ അതുപോലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചോദിക്കട്ടെ, ഇവരാണോ മതപുരോഹിതന്മാർ? ഇവരാണോ മതത്തെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടവർ? അതെയല്ലേ? ഇവര് പറഞ്ഞിട്ട് എത്ര ആളുകളാണ് മതപരമായി സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇവരുടെ ബോധവൽക്കരണം കേട്ടിട്ട്? ശരി, എന്നാൽ നല്ല യമണ്ടൻ ബൗദ്ധിക വിജ്ഞാന തലത്തിൽ വിരാജിക്കുന്ന ആളുകൾ പറയുന്നതൊന്ന് കേട്ടോ. വേണ്ടി ഉപയോഗിക്കുന്നു, നക്ഷത്രങ്ങളെ എറിയാൻ വേണ്ടി, അള്ളാഹു പിശാചുക്കളെ എറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളെയാണ്. പക്ഷെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതുകൊണ്ടാണ്. പക്ഷേ
ഇങ്ങനെ നക്ഷത്രങ്ങൾ സഞ്ചരിക്കാറുണ്ടോ? ഇങ്ങനെ ഈ തീജ്വാലകൾ പോലെ സഞ്ചരിക്കുമെന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഉണ്ടാകാറുണ്ടോ? നക്ഷത്രങ്ങൾ ഇങ്ങനെ പിടിച്ച് എറിയാണ് പിശാചുക്കളെ തുരത്താൻ വേണ്ടിയിട്ട് എന്നുള്ള രൂപത്തിലൊക്കെയാണ്. അങ്ങനെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സംഭാഷണം കട്ട് കേൾക്കാൻ ചെല്ലുന്ന ജിന്നുകളെ തുരത്തുവാനായി അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അതിനുള്ള സംവിധാനങ്ങൾക്കായിട്ട് നക്ഷത്രങ്ങളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നക്ഷത്രങ്ങളെ കൊണ്ട് പിടിച്ചെറിയുകയല്ല, നക്ഷത്രങ്ങളല്ല നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്, നക്ഷത്രങ്ങളാണ് അതിന്റെ ഒരു സോഴ്സ് ആയിട്ടുള്ളത്. നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സംഗതികൾ വെച്ചിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. തീജ്വാലകളാണ് ഈ ജിന്നുകളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പലതരത്തിലുള്ള തീജ്വാലകളുണ്ട്. ഈ ആസ്ട്രോയിഡുകളാണ് നമ്മുടെ ഭൂമിയിൽ ഉൽക്കകളായിട്ട് വീഴുന്നത്. അങ്ങനെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ